வெல்கம் டு மை யூடியூப் சேனல். இன்றைக்கி நம்ம சிக்கன் கறி வைக்க போனோம் அடுப்பில். அம்மானு உண்டாக்க போகிறாங்க பார்க்க. ഉലുവിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. ശേഷം സവാള ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. സവാള ഒരുവിധം വഴളുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കുറച്ച് ചതച്ചത് അതിട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് നോക്കട്ടെ. അതിനുശേഷം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളകിന് നന്നായിട്ടൊന്ന് വഴലട്ടെ. പച്ചമുളകും നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ എടുത്ത് വെച്ചേക്കുവാണ്. കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്താണ് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ പൗഡർ, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇതെല്ലാം കൂടെ ഇടുകയാണേ. ഇതിൻ്റെ പച്ചമണം പോകുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് അരപ്പെല്ലാം മൂത്തിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതിലോട്ട് ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ തന്നെയാണ് പിടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല പെർഫെക്ഷൻ വരില്ല. ഫോണിലാണല്ലോ പിടിക്കുന്നത്. മോള് വാവയെ ഉറക്കാൻ പോയി. അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ ആളില്ല. അപ്പം ഞാൻ തനിച്ചാ പിടിക്കുന്നതും കറി ഇളക്കുന്നതും എല്ലാം. അതുകൊണ്ട് ഫോൺ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊക്കെ യോജിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വയ്ക്കാം കുറച്ച് നേരം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ആവിയിൽ. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് ഇളക്കി നോക്കി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വലിയ ഗ്രേവി ഇട്ട് ഉണ്ടാകുമ്പോൾ കുറുക്കി ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഇതിൽ കിടന്ന് ചെറിയ തീ കിടന്ന് നന്നായിട്ട് വേകട്ടെ. നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വെന്ത് ഉപ്പെല്ലാം കറക്റ്റാണ്. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവർക്കും അറിയാം ചിക്കൻ കറി ഉണ്ടാക്കാം. എങ്കിലും ഞാനൊന്ന് കറി ഉണ്ടാക്കിയത് നമ്മുടെ ചാനലൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. അവസാനം കുറച്ച് കറിവേപ്പില, മല്ലിയില ഇല്ല കേട്ടോ. എൻ്റെ മല്ലിയില ഇല്ല. മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കറിവേപ്പില മാത്രം ഇട്ട് ചിക്കൻ കറിയെ അലങ്കരിച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.